ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. കണ്ട, ഇത് ഉടമ്പടിയുടെ ഒരു പാർട്ട്ണറിൻ്റെ മുഖമുദ്രയാണിത്. അതെപ്പോഴും ഇതുണ്ടോയെന്ന് നോക്കണം നമ്മൾ. ഇങ്ങനെ ഒരാളിന് മാത്രമേ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉടമ്പടി പുരോഗമിക്കത്തുള്ളൂ. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. കണ്ട, അപ്പം ചില വീട്ടിൽ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വിഷയങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പം സംസാരിച്ചിട്ട് ശരിയാകത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ അമ്മായിയമ്മ അല്ലെങ്കിൽ മരുമോള് നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് പറയും. അപ്പോഴേ ഇപ്പോഴത് സംസാരിച്ചില്ലെങ്കിൽ അപ്പം നിങ്ങൾ പറയും, ഞാൻ ഉടമ്പടി എടുത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ കാണിച്ചു തരാം. അപ്പം തന്നെ തീർന്ന് പരിപാടി. ഉടമ്പടി അവിടെ പൊട്ടി, അപ്പം തീർന്ന്. മിണ്ടരുത്. എന്താണ് കാര്യം? ഇവിടെ കാര്യം യു ആർ ഇൻ കവനൻ്റ്. ആ കവനൻ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? ചുമ്മാ കാടനും മുടനെയും വന്ന് കവനൻ്റ് ചെയ്യാൻ പറ്റുമോ? കവനൻ്റ് ദൈവത്തോടല്ലേ ചെയ്യണത്. ആ ബോധം നമുക്കുണ്ടാകണ്ടേ. അതെന്താണ്? സ്നേഹം കഴിച്ചിട്ട് സ്നേഹം. പിന്നെ എന്താണ്? ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം തന്നെയാണ്. സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. സുവിശേഷം സ്വീകരിക്കുന്നവരുടെ ക്ഷമ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. അവരെ ഒന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതെന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഈ ഒരു ലോകത്ത് എത്രയോ മിഷണറിമാരെയാണ് ഓരോരോ സർക്കാരുകൾ ജയിലിലിട്ട് കൊല്ലണത്. എന്നിട്ട് മിഷണറി തീർന്നാ ഇവിടെ? മിഷണറി ജോലി തീർന്നാ ഇവിടെ? ഇല്ല. അവരുടെ രക്തത്തിൽ പുതിയ മിഷണറിമാർ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കാര്യം എന്താണ്? ഇതൊരു മതം മാറ്റമല്ല, ദൈവ പരിവർത്തനമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവൻ തീർച്ചയായിട്ടും ദൈവത്തിന് കൈകാര്യം കൊടുക്കും. നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കണം, ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഒരു മതപരിവർത്തനത്തിൻ്റെ ഒരു വാക്ക്, ഒരു നീചമായ വാക്ക് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിരിക്കണത് എന്താണ്? നിങ്ങൾ ദൈവത്തെ അറിയണം. അറിഞ്ഞ ദൈവത്തെ നിങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അവിടെ മുമ്പിൽ ആ സ്നേഹത്തിൻ്റെ സാക്ഷിയായി ജീവിക്കണം. അതാണ് സംഭവം. ദൈവപരിവർത്തനം എന്ന് പറയും. ദൈവപരിവർത്തനം. ദൈവത്തെ കണ്ടറിഞ്ഞാൽ ആ ദൈവത്തെ കൈമാറണം. ഉടമ്പടി സ്വാഭാവികമായിട്ട് ഈ ദൈവസ്നേഹത്തിലുള്ള വളർച്ചയ്ക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. ദൈവസ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും. എന്താ കാര്യം? നല്ല ദൈവസ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ സ്നേഹമുണ്ടാകും. പിന്നെന്താണ്? ക്ഷമയുണ്ടാകും. പിന്നെന്താണ്? ദയ ഉണ്ടാകും, നന്മയുണ്ടാകും, വിശ്വസ്തതയുണ്ടാകും. അപ്പം നിങ്ങളോർക്കും എല്ലാവർക്കും ഈ ക്രിസ്ത്യാനികളെന്നും പറഞ്ഞ് നടക്കണവന്മാർക്ക് അറിയതുണ്ടോ? ക്രിസ്ത്യാനികളെന്നും നടക്കണവന്മാർക്കത് എല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം നമുക്കറിയാമല്ലോ, ഓരോ മനുഷ്യൻ്റെ കാട്ടായങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ മനുഷ്യരുടെ സ്വഭാവം കണ്ടിട്ടില്ലേ? അവരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് യന്ത്രത്തിൽ നിന്ന് ഈ സോപ്പ് ഉണ്ടാക്കാൻ വിടണ പോലെ കുറേ ആൾക്കാർ ക്രിസ്ത്യാനിയുടെ മാതാപിതാക്കന്മാരെന്നും പറഞ്ഞ് അവരുടെ മക്കളിൽ നിന്ന് ജനിച്ചിട്ടുള്ള കുറേ മക്കളുണ്ട്. അവർ ക്രിസ്ത്യാനിയുടെ പേരിട്ട് നടക്കണമെന്നല്ലാതെ ക്രിസ്തുവുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ഒരു പക്ഷേ നീ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ക്രിസ്തുവിനെ അറിയണത്. പക്ഷെ നിനക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ബന്ധം ക്രിസ്തുവുമായിട്ട് സഹിക്കാൻ പറ്റും. കാര്യം എന്താ? ക്രിസ്തു റിസർവ്ഡ് അല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു റിസർവ്ഡ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആരതിൻ്റെ അകത്ത് മുതൽ മുടക്കാൻ, ദൈവസ്നേഹത്തിൻ്റെ മുതൽ മുടക്കാൻ തയ്യാറാകുന്നുവോ, ദൈവം എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂഹായേ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെണ്പ്രാവായി വാ, റൂഹായേ നിറവായി വാ, റൂഹായേ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെണ്പ്രാവായി വാ, റൂഹായേ നിറവായി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊളോസോസ് 3:11. കൊളോസോസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. ക്രിസ്തു റിസർവ്ഡ് അല്ലെന്ന്, പക്ഷപാതി അല്ലെന്ന്. കണ്ട, അതൊന്ന് വായിക്കണം. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. മനോഹരമാണെന്ന് നോക്കിയേ. ക്രിസ്തു എന്ന് പറഞ്ഞ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പൊ ക്രിസ്തുവിന് എല്ലാം ഉണ്ട്. എന്താ കാര്യം? നിന്റെ ജോലി, വീട്, വിവാഹം, എന്തെല്ലാം നീ ഒരു ജീവിതത്തിൽ പ്രസന്റിലായിരിക്കുന്നു അതിനെല്ലാം പരിഹാരമുണ്ട്. അതാണ് ക്രിസ്തു എല്ലാമാണ്. പിന്നെന്താണ്? എല്ലാവരിലുമാണ്. കത്തോലിക്കൽ മാത്രമല്ല, ക്രിസ്ത്യൻസിൽ മാത്രമല്ല. ആരാണ് സത്യസന്ധമായ ദൈവസ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വളരാൻ ഉദ്ദേശിക്കുന്നുവോ അവർക്കെല്ലാം ക്രിസ്തുവിനെ ലഭിക്കുന്നതാണ്. മിനുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ? മിനു അമ്മയും ഉടമ്പടിയുടെ പക്ക ഉടമ്പടിയിലാണ് ജീവിക്കണവർ. പക്ക പ്രേക്ഷിത പ്രവർത്തനം എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യണം. ഒരു തെറ്റുമില്ലാതെ ചെയ്യണം. അപ്പം ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ ചെയ്യണത്? ഇവരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ വിശ്വാസ പ്രമാണം വൃത്തിയായിട്ട് ചെല്ലാൻ നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം നീയല്ല, അത് ഞാനാണെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ ഡൽഹി ചെന്ന് കഴിയുമ്പോൾ ഊബർ വിളിച്ചിട്ട് ഊബർ കൊണ്ടുപോയി ഇവരെ, ടാക്സി കൊണ്ടുപോയി ഇവരെ ഈ ബ്രിട്ടീഷിൻ്റെ ഹൈക്കമ്മീഷൻ്റെ ഓഫീസിൻ്റെ, അത് വലിയൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൻ്റെ കിഴക്കേ പടിക്കലാണ് ഇവർക്ക് ഇറങ്ങേണ്ടത്, അവിടെ ഓഫീസുള്ളത്. ഇതിൻ്റെ പടിഞ്ഞാറ് പടിക്കൽ കൊണ്ടാണ് ഊബർ ആക്കണത്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് കിഴക്കേ പടിക്കൽ വരണമെങ്കിലേ എങ്ങനെയായാലും ഒരു 15 മിനിറ്റ് എടുക്കും അവിടെ നടന്ന് വരാൻ. നടക്കാനല്ല, വേറെ ഒരു മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ നടന്ന് കിഴക്കേ പടിക്കൽ വരുമ്പോൾ ഉടനെ ഈ മിനു പറഞ്ഞ എന്താ അറിയാവോ? കിഴക്കേ പടിക്കൽ, പടിഞ്ഞാറ് പടിക്കൽ എന്നെ കൂടെ ആക്കി, ഞാനിനി നടന്ന് കിഴക്കേ പടിക്കൽ വരണം. അതിന് 15 മിനിറ്റ് നടപ്പുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ജെറീക്കോ കോട്ടയാണ്, കർത്താവ് ഇത് പൊടിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന് പടിഞ്ഞാറ് കോട്ടയെ ഇറക്കിയതാണ്. ഞാനിവിടുന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കിഴക്കേക്കോട്ടെ വിശ്വാസപ്രമാണം ചൊല്ലിയെത്തും. കണ്ടാ, ഒരു തടസ്സം വന്നപ്പോഴേ അയ്യോ ഞാനും ദൈവന് എനിക്കിങ്ങനെ സംഭവിച്ചല്ല, ദൈവമേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ സംഭവിച്ചല്ല. ഇവർ പക്ക ഉടമ്പടിയിലായി. കാരണം പരിശുദ്ധമായി പറയാം, മകളെ ജെറീക്ക പൊടിക്കാൻ പോകുകയാണ്, നിന്നെ വിളിച്ചിരിക്കണത് അതാണ്, നീ ഇവിടെ നിന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയും. അവൾ ഓരോന്നുള്ള ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് കിഴക്കേക്കോട്ടെ ചെല്ലും. കിഴക്കേക്കോട്ടെ ചെല്ലുമ്പോഴാണ് അവിടെ ഓഫീസ് ചെല്ലുമ്പോൾ പറഞ്ഞ് കുറച്ച് വെയിറ്റുണ്ട്, നിങ്ങളുടെ അരമണിക്കൂർ നേരത്തെയാണെന്ന് പറയും. ഇതാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഇൻ്റർവ്യൂ നോക്കണം. ഇൻ്റർവ്യൂ നോക്കുമ്പോൾ ഇൻ്റർവ്യൂ അല്ല, അവർക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി അവർ ചെന്നത്. പക്ഷെ അവർ പറയും എക്സാം ഉണ്ടെന്ന് പറയും. ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ട് എക്സാം ഇടും. എക്സാം ഇടുമ്പോഴുണ്ട് അവർ പറയണ പല കാര്യങ്ങളും ഇവർക്ക് പിടിയല്ല. കാര്യം ഇവൾ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് സൈനിക ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത് ഇംഗ്ലണ്ടിലെ. അപ്പോൾ ഇന്ത്യൻ മോഡ് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, മോളെ ഇന്ത്യൻ മോഡ് പഠിക്കണം കേട്ടോ, ഇന്ത്യൻ മോഡ് ചിലപ്പോൾ GST എന്നൊക്കെ ചോദ്യം വരുമെന്ന് ചേച്ചിയും പറയുന്നുണ്ട്. ഇവർക്ക് GST ജസ്റ്റ് നോക്കി പരിചയമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഓഫീസായതാണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ ഹൈക്കമ്മീഷണർ ഓഫീസായ ഇന്ത്യൻ ഓഫീസായ കാരണം ഈ ഇന്ത്യൻ ചോദ്യങ്ങൾ, ഇക്കണോമിക്സ് കുറേ ചോദ്യങ്ങൾ വന്ന. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ ആൾ ലാപ്ടോപ്പിൽ ഈ സംഭവമൊക്കെ ചെയ്ത് കുറേ ചെയ്ത് ഇത് പൊളിഞ്ഞെന്ന രീതിയിൽ പാളിസായിപ്പോയി. പകുതി ചെയ്തെന്ന് തോന്നുന്നു, ബാക്കി പാളിസായിപ്പോയി. അമ്മയെ വിളിച്ച് പറഞ്ഞ് പോയി കേട്ടാ, പണി പോയിരിക്കുകയാണ് കേട്ടാന്ന് പറയും. അപ്പോൾ
അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടിയിലല്ലേ എന്നാ പറയണത്. എന്താ കാര്യം? പോണതും പറഞ്ഞതല്ല തീരുമാനിക്കണത്, അമ്മയല്ല തീരുമാനിക്കണത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി പറഞ്ഞ് അടുത്ത ടെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അടുത്ത ടെസ്റ്റിന് വീണ്ടും ഡൽഹി ചെല്ലുമ്പോഴും പിന്നെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിന് ഇവരോട് ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ അത് ആ പൊസിഷനിലേക്ക് ഒരാൾ അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവരോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് മെഴുതിരിക്കുമ്പോൾ ഉടമ്പടി കാശ് കയ്യിരിപ്പുണ്ട്. അമ്മേ ഒരു വാക്ക് തരുവാന്ന് ചോദിക്കും. ഒരു വാക്ക് തരുവാ എന്ന് പറഞ്ഞ് ഇങ്ങനെ മേലോട്ട് നോക്കും. ഒരു വാക്ക് തരുവാ. അപ്പോൾ ഒരു വാക്ക് ഇവരുടെ തലയ്ക്ക് നാക്കിൽ വരും. ആ വാക്ക് ഇവരോട് പറയും. അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് ഇനഫ് എന്ന് പറയും. അവർക്ക് തന്നെ അറിഞ്ഞിട്ട് അവിടെ എന്താ പറഞ്ഞതെന്ന്. അത് നിങ്ങൾ ഉടമ്പടിയിൽ ഒരാൾ പോകുമ്പോൾ ഏത് കൊലകൊമ്പത്ത് പോയാലും നിന്നോട് എന്ത് ചോദിച്ചാലും ആൻസർ പറയാൻ ആളുണ്ട് അവിടെ. അത് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഡൽഹിയിലെ കസറത്തിന് വേണ്ടി വിഷമിക്കരുത്, മര്യാദക്ക് ഉപ്പത്തം സൂക്ഷിക്കാൻ നോക്കിയാൽ മതിയെന്ന്. അതാണ് വിഷയം. അതാണ് ആദ്യം നിങ്ങൾ ദൈവരാജ്യം, അത് തന്നെയല്ലേ ഇത് 6:33. ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അതിന് നീതിയും കുറിച്ച് അന്വേഷിക്കുക. ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ മക്കൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ നിയോഗത്തെക്കുറിച്ചല്ല, നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലത്തെക്കുറിച്ചും അല്ല. ബാങ്ക് തരുക, ലോൺ തരുക, ജപ്തി ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ ഉടമ്പടി എടുക്കാത്തവർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഉടമ്പടി എടുത്തവരും അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കാത്ത ആൾക്കാർ പോലായില്ലേ? എന്തൊരു നോൺസെൻസാണ്! അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉടമ്പടിയിൽ എങ്ങനെ ഇങ്ങനെ ഉന്നതമായ നിലവാരമുള്ള ആൾക്കാരായിട്ട് ഉയരാൻ പറ്റും നോക്കണം. ഉടമ്പടി വഴി എങ്ങനെ ദൈവത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം കാലം ബൈബിളിൽ ഏറ്റവും നല്ല സുന്ദരമായ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? നമുക്ക് യേശുക്രിസ്തു നൽകാൻ പോലും തയ്യാറായവൻ അവനോടുകൂടി ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അതാണ് ദൈവത്തിന്റെ സ്റ്റാൻഡ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി പാപപരിഹാര ബലി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോൾ ദൈവത്തിന് എന്ത് നൽകുന്നതിന് ഒരു പഞ്ഞവുമില്ല. പിന്നെ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ, ചലഞ്ച് എന്താ? ഉടമ്പടി നമ്മൾ വൃത്തിമയമായിട്ട് അതിൻ്റെ നിലവാരമുള്ള കാരണം ഉടമ്പടിയിലെ നിലവാരം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ പവർ വർദ്ധിക്കും. ഈ ശ്രീഹരി എന്നും പറഞ്ഞ ഒരു മോൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ, ശ്രീഹരിയുടെ തൊണ്ടയ്ക്ക് മുഴയാണ്. തൊണ്ടയുടെ മുഴയും കൊണ്ട് ഇവൻ ഇടുക്കി മെഡിക്കൽ കോളേജ് ചെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് ഇവനോട് ഡോക്ടർ പറയും, ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇനിയും കുറേ അന്വേഷണങ്ങൾ നടത്തണം, ചികിത്സ എപ്പോൾ തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. ഡോക്ടർ ഇവനോട് പറയണം ഇതെങ്ങനെ ചികിത്സിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന്. ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് എന്നാൽ നിങ്ങൾ പോയിട്ട് ഈ മരുന്ന് ഒരു പാരസെറ്റമോൾ മാത്രം കൊടുത്ത്, എന്നിട്ട് നിങ്ങൾ ഇത് പോയി കഴിച്ചിട്ട് വാ, എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? ഇത് ഇനിയും കൾച്ചർ ചെയ്ത് ഇനി ഡെവലപ്പ് ചെയ്ത് വരുമോ, അതിൻ്റെ ഗ്രോത്ത് പരിശോധിച്ചിട്ട് ആ രോഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പുതിയ ടെസ്റ്റുകൾ നടത്തിയിട്ട് അങ്ങനെ അത് അങ്ങേര് പറഞ്ഞാൽ കറക്റ്റാണ്, ഡോക്ടർ പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ ഇവന് ഭയങ്കര സങ്കടമായി. ഡോക്ടർ വരെ ഇങ്ങനെ പറഞ്ഞ ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല.
അപ്പം ഇവൻ പുറത്തിറങ്ങിയപ്പോഴുണ്ട് എന്താണെന്ന് എന്താ പരിപാടി, അപ്പം ഇങ്ങനെ മൊഴിയാണ് വന്ന് മാറണില്ല, ഡോക്ടർ പറഞ്ഞിട്ട് എന്താ മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞ് പാരസെറ്റമോൾ തന്നത് പനിയുള്ള കാരണം, ബാക്കി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, 2 ആഴ്ച കഴിഞ്ഞ് പറയാമെന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വെച്ചാൽ ഉടനെ ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി ആ മുഴയിൽ കുരിശിട്ട് 1.5 ദിവസം കഴിഞ്ഞപ്പോൾ മുഴ കാണാനില്ല. എൻ്റെ മക്കൾ, ഏറ്റവും വലിയ ഉടമ്പടി റിസ്ക് ദൈവം നിങ്ങളെ കള്ളിയായിട്ട് കാണരുത്. അതൊരു പ്രശ്നമാണ്. ദൈവം നിങ്ങളൊരു കള്ളനായിട്ട് കാണരുത്. എന്നാൽ ഇത് ഇപ്പോഴെങ്കിലും ചെന്ന് അവസാനിക്കത്തില്ല, മോശമായിട്ടേ പോകത്തുള്ളൂ ഇത്. കാര്യം ദൈവത്തിൻ്റെ മുമ്പേ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുവോ, ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടി പാലിക്കാത്ത രീതിയിൽ വല്ലതും ഇരുട്ടുകൊണ്ട് ഓട്ടടക്കണ പോലെ ഒറ്റ പ്രാർത്ഥനയും ഒറ്റ പള്ളിപ്പോക്കും കുടുംബ പ്രാർത്ഥന ആ പഴയ പരിപാടി തന്നെ ഉള്ളെങ്കിൽ കള്ളത്തരമാണ് ചെയ്യണത്. കാര്യം എന്താ, നമ്മൾ കർത്താവ് ചോദിച്ചില്ല വിശിഷ്യ നിങ്ങളെന്താണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്ത ആൾക്കാർ തന്നെ ഉന്നത നിലവാരത്തിലാണ് അവർ ആ ഉടമ്പടി ചെയ്യണത്, ഉന്നത നിലവാരത്തിലാണ് ചെയ്യണത്. അപ്പോൾ ഓരോ ദിവസവും അവർ പുതിയ ദൈവസ്നേഹ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന് പക്ക ഉടമ്പടിയായി, ദൈവത്തിന് അവരെ കാണുമ്പോൾ അറിയാം അവരുടെ സ്വന്തം ആളാണെന്നറിയാം. ഇവിടെയാണ് ഈ മേരി മാഗ്ഡലിനൊക്കെ നമുക്കൊരു മാതൃകയായി വരണം. ഇതാണ് മേരി മാഗ്ഡലിൻ ചെന്ന് അവർ ഇതെല്ലാം ഈ അകലും കുന്തിരിക്കും മീറയും എല്ലാം സുഗന്ധ തൈലങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഇരുട്ടത്ത് നിൽക്കുമ്പോഴുണ്ട്, ഈ കർത്താവിൻ്റെ കുഴിമാടത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോഴുണ്ട് അത് കല്ല് മാറ്റിയിരിക്കണ കാണുന്ന. അപ്പോൾ അവൾ നേരെ തിരിച്ചു ഓടും, ഇരുട്ടത്ത് ഓടി പത്രോസിൻ്റെ തിരിച്ച് പറയും, വിളിച്ചെഴുന്നേപ്പിച്ച് പറയും ഞാൻ കല്ലറെ പോയാടെന്ന്, പക്ഷേ കല്ല് മാറ്റിയിരിക്കണേ, കർത്താവിനെ കണ്ടില്ല, ആരോ എടുത്തോ മാറ്റിയെന്ന് പറഞ്ഞു. കാര്യം അവളോട് കർത്താവ് ഉയർത്തു നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് വിഷയം, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൾ വിചാരിച്ചിരിക്കുന്ന കർത്താവ് മരിച്ചവിടെ തന്നെ ഇരിക്കണം എന്നാണ് വിചാരിച്ചത്, എല്ലാവരെയും പോലെ. ഉടനെ അത് നോക്കാൻ വേണ്ടി പത്രോസും യോഹന്നാനും പുറകെ ഓടും. പത്രോസ് പ്രായമായത് കാരണം പുറകിലായിപ്പോയും, യോഹന്നാൻ മുമ്പേ ഓടും, കല്ലറയുടെ അടുത്തെത്തും. ഇവർ 3 പേരും കൂടി വരുമ്പോൾ പത്രോസ് ഏറ്റവും പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറുമ്പോൾ നോക്കുമ്പോൾ കച്ച കിടപ്പുണ്ട്, അവിടെ തലയെ ചുരുട്ടി തലപ്പാവ് കിടപ്പുണ്ട്, ബോഡിയില്ല. അവരെങ്ങനെ ഒന്ന് നോക്കി എന്നിട്ട് വിസ്മയിപ്പിച്ചിട്ട് അവരിങ്ങനെ പരിഭ്രമിച്ചിട്ട് അവർ മടങ്ങിപ്പോകും. ഈ മടങ്ങിപ്പോക്കാണ് ഏറ്റവും കുഴപ്പമായിപ്പോയത്. പത്രോസിൻ്റെ അവസാനം വരെ പിടിച്ചിരുന്ന പത്രോസാണ്. മറ്റേ പുള്ളി തള്ളി പറഞ്ഞാൽ ഇടയ്ക്ക് ആ ഒരു അണ്ടർസ്കോർ കിടക്കണ കാരണം പുള്ളി അവിടെ നിർത്തിയില്ല. ഇനി ഇയാളെ കരഞ്ഞു പിടിച്ച് വരുമ്പോഴാണ് പിന്നെ ശരിയായി വരണത്. അതെപ്പോഴും നമ്മൾ ഓർക്കണം. എപ്പോഴെങ്കിലും ഒരു തട്ടിപ്പ് നമ്മൾ കാണിച്ചാൽ നമ്മുടെ സ്കോർ കുറയും. മടങ്ങിപ്പോയെന്ന് കാണിച്ചാൽ പത്രോസും യോഹന്നാനും മടങ്ങിപ്പോയെന്നാണ് പറഞ്ഞു. അവസാനം പക്ഷെ മടങ്ങാതെ പിന്നേന്ന് ഒരാൾ ഇപ്പോൾ ഉണ്ട്. ആരാണത്? മേരി മാഗ്ദലിൻ. മേരി മാഗ്ദലിൻ എന്തുകൊണ്ടാണ് മടങ്ങുക? 10 ദിവസത്തിന് കൂടെ മടങ്ങിപ്പോകേണ്ടതല്ലേ അവർ? എല്ലാവരും പ്രേക്ഷിത ജോലി അവസാനിപ്പിച്ചാലും അത് അവരവസാനിപ്പിച്ചുകൊണ്ട് നീ അവസാനിപ്പിക്കരുത്. കാര്യം എന്താണ്? അപ്പോൾ അവരെ വെച്ച് നിന്നെ അളന്നിട്ട് അവരുടെ ആത്മീയ നിലവാരത്തേക്ക് നീ താഴ്ന്നു പോകും. അതെപ്പോഴും ഓർത്തേക്കണം. നല്ല ആൾക്കാരെ നിങ്ങൾ അനുകരിക്കാം, പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു പോണ കാര്യങ്ങൾക്ക് ആരും അനുകരിക്കരുത്. നിങ്ങൾക്ക് പല ആൾക്കാരും നിങ്ങളെ പറ്റിച്ചിരിക്കുന്ന കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടിയാണ് നിങ്ങളെ. കാര്യം ഉടമ്പടി ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജീവിപ്പിക്കാതിരിക്കാൻ വേണ്ടി നാത്തുമാരും വീട്ടുകാരും ആങ്ങളമാരും വീട്ടിലുള്ളവരും എല്ലാവരും നമുക്കെതിരെ ഇങ്ങനെ കൊത്തുകോഴിയെപ്പോലെ വരും. എന്നിട്ട് നമുക്കുണ്ടാകുന്ന ഓരോ തടസ്സങ്ങളും പിന്നെ വലിയ ഉടമ്പടി എടുത്തില്ല നിങ്ങൾ പിന്നെ എന്തുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ നമ്മളെ തകർത്ത് കളയണ രീതിയിൽ വരും. നമ്മുടെ കൂടെ ഉള്ളവർ ഒഴിഞ്ഞു പോകും. കണ്ട 10 ദിവസമൊക്കെ ഒഴിഞ്ഞു പോകാൻ കണ്ടില്ലേ? 10 ദിവസം യോഹന്നാൻ ഒഴിഞ്ഞു പോവുകയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലുമാണ് 10 ദിവസത്തിൻ്റെ കൂടെ വേണ്ടത്, നിങ്ങളും കൂടെ പോയതിനും. പിന്നെ ആണുങ്ങൾ പോയി, പിന്നെ ഞാൻ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. പിന്നെ ആണുങ്ങൾ പോയി, പിന്നെ ഞാൻ എവിടെ നിൽക്കണത്? പക്ഷേ എന്നിട്ട് ഈ ആണുങ്ങൾ പോയിട്ടും ഇവർ ആ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പം ലെവല് മാറുമ്പോൾ 2 മാലാഖമാരെ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നും. അവരോട് സംസാരിക്കും, പ്രഭു എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. ഇപ്പം എന്താണ് കരയണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി.
എവിടെയാണ് വെച്ചിരിക്കണതെന്ന് എന്നോട് പറയണം. അത് ഏറ്റവും വലിയ സങ്കടകരമായിട്ട് പറയണത്, അവനെ അവർ എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്നാണ് പറയണത്. അപ്പം അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് പരിശുദ്ധർ പറഞ്ഞു, അറിഞ്ഞുകൂടാ. ചില സമയത്ത് മനുഷ്യന് ഇങ്ങനെ സംഭവിക്കാം. എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാൻ പാടില്ല, എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ മെരിയുമേട്ടനെ പോലെ നമ്മളും ചെന്ന് ചാടും. ചില സമയത്ത് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഏത് രാജ്യത്ത് പോകണം, എന്ത് ജോലി എടുക്കണം, നാട്ടിൽ തന്നെ ഏത് ജോലി ചെയ്യണം, ഇപ്പം മൂന്ന് ചെറുക്കന്മാരുടെ പടം കൊണ്ട് എൻ്റെ അടുത്ത് വരും. ഇതിൽ ഏതാണ് കല്യാണം കഴിക്കാൻ പറ്റിയ ചെറുക്കനെന്ന് എന്നോട് ചോദിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് പറയും, കൃത്യമായിട്ട് പറയും. പക്ഷെ അവർ ഉടമ്പടിയാണ്, ഞാൻ അവരുടെ ഉടമ്പടി സ്റ്റാറ്റസ് എല്ലാം നോക്കും. ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയ ഉരുപ്പടിയാണെന്ന് അറിയണ്ടേ. പിന്നെ ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വേറെ വല്ല ഉദ്ദേശത്തെ വന്നിരിക്കണമെങ്കിൽ അവിടെ വെച്ച് തന്നെ ഞാനത് ഫിൽട്ടർ ചെയ്ത് കളയും. അപ്പം അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കണം ആൾക്കാർ. അതുകൊണ്ട് ഉടമ്പടി പക്കയാണെങ്കിൽ ചുമ്മാ തല കഴിച്ചാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, കർത്താവ് നിങ്ങളോട് സംസാരിക്കും. എന്നടുത്ത് വരേണ്ട പോലും കാര്യമില്ല. അപ്പം എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഇവർ നിൽക്കുന്ന ആ വാക്കെടുത്തേ, യോഹന്നാൻ 20:13. അവർ അവളോട് ചോദിച്ചു, ദൂതന്മാർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. എന്റെ കർത്താവിനെ അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതായത് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറയുന്ന സംഭവം എന്താണ്? നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ജീവിത അവസ്ഥയാണ്. ഇനി എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഏത് പരീക്ഷയാണ് എഴുതേണ്ടതെന്ന് അറിയത്തില്ല. ഏത് ഇൻ്റർവ്യൂവിനാണ് പോകേണ്ടത് എന്ന് എനിക്കറിയത്തില്ല. ചില എന്നോട് ചോദിക്കും, അച്ഛാ അത്രയും ദൂരെയാണ് ആ പരീക്ഷ, ഞാൻ പോകണോ എന്ന് ചോദിക്കും. ഞാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആങ്ങളെ ഇല്ല, അതാ വിഷയം. കൊണ്ടുപോയി ആക്കാൻ രാത്രി വരുമ്പോൾ കൂട്ടിക്കൊണ്ടുപോരാൻ ആരും ഇല്ല. അപ്പം നീ കൊണ്ടേ ആക്കാനോ കൂട്ടിക്കൊണ്ടുവരാൻ ആരും ഇല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഫസ്റ്റ് ഉടമ്പടി തന്നെയാണ്. എന്താ കാര്യം? ഐ വിൽ കം വിത്ത് യു വേറെ പറയുകയോ, നീ എവിടെ പോയാലും ഏത് ഇരുട്ടത്ത് പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഈ ഉടമ്പടി കാശും കൊണ്ട് നടക്കുന്നല്ലാതെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അത്. ഞാൻ ഏത് നരകത്തിൽ ചെന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ബോധ്യം ആൾക്കാർക്കില്ല. കാര്യം എന്താണ്? അവരിതെല്ലാം യാന്ത്രികമായി ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറേ വാഗ്ദാനങ്ങളുണ്ട്. നമ്മളെ ആങ്ങളെ ഉണ്ടെങ്കിലും ആങ്ങളെ ഇല്ലെങ്കിലും ചില ആൾക്കാർക്ക് ആങ്ങളെ ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കണം. എന്തുമാത്രം പെങ്ങന്മാരാണ് ഉള്ളത്. അപ്പോൾ അയ്യോ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിട്ടെങ്കിൽ അവൻ കുഞ്ഞുനാൾ, ഞങ്ങൾ 3 പേരായിരുന്നു, 2 കുഞ്ഞുങ്ങളെ കുഞ്ഞുനാളിൽ മരിച്ചുപോയി. അപ്പം അമ്മ മരിച്ചുപോയി വാളെന്ന്. നിങ്ങൾക്ക് നാണമുണ്ടാ? ആ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. നമ്മുടെ മക്കളെ കണ്ടിട്ട്, ആങ്ങളമാരെ കണ്ടിട്ട്, അല്ലെങ്കിൽ പെങ്ങന്മാരെ കണ്ടിട്ട് ആരുമല്ല ദൈവം നിന്നെ ജനിപ്പിച്ച് വളർത്തിയത്. ദൈവത്തിനെ മാത്രം കണ്ടിട്ടാണ്. നിങ്ങൾ വേറെ ആരെങ്കിലും പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിഗ്രഹാരാധനയായി മാറി. ഒപ്പം തന്നെ എന്താ കാര്യം? ദൈവത്തെക്കാൾ പ്രാധാന്യം എന്തിനു കൊടുക്കുന്നു? അതാണ് വിഗ്രഹം, അല്ലാതെ രൂപങ്ങളല്ല. രൂപങ്ങൾ അതിൻ്റെ സാദൃശ്യങ്ങളാണ്. മാതാവിനെ വണങ്ങുന്നതിൻ്റെ പകരം നമുക്ക് സ്വർഗത്തിലെ മാതാവിൻ്റെ സാദൃശ്യത്തെ നമ്മൾ വണങ്ങാൻ പോകുമ്പോൾ ആ വണക്കം എവിടെയാണ് പോണത്? യഥാർത്ഥ അമ്മയുടെ തിരുസന്നിധിയാണ് വണക്കം പോണത്. അപ്പം അപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു ദൈവത്തെക്കാൾ ഉപരി, അതാണ് ഐഡിയലായിട്ട് മാറണത്. അപ്പം അത് എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചില പറയല്ലേ, എൻ്റെ അപ്പം മരിച്ചു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു. നിനക്ക് ഇങ്ങനെ തന്നെ വരും. എന്താ കാര്യം? ഇപ്പോഴും അപ്പനാണ് നിൻ്റെ ദൈവം. ദൈവത്തിന് നിനക്ക് ബലമില്ലല്ലോ. ദൈവമായിട്ട് നീ വളർന്നില്ലല്ലോ. ഞാനിവിടെ നിൽക്കണത് എന്താണ്? എൻ്റെ അപ്പൻ മരിച്ചു പോയത് കൊണ്ടാണ്. എൻ്റെ അപ്പൻ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഈ രൂപതയെ ചേർക്കത്തില്ല. അപ്പൻ കുഞ്ഞുനാളിനോട് പറഞ്ഞിരിക്കണത് റിലീജിയസിന് പോകണമെന്നാണ്. എന്താണ്? ഈ സന്യാസി വൈദികരെടുത്ത് പോകണം. കർത്താവിൻ്റെ പറഞ്ഞത്, എടാ സന്യാസിയും വൈദികരും എല്ലാം നീയാണ് തീരുമാനിക്കണത്. ഈ രൂപത ചേർന്ന നീയൊക്കെ അവിടെ സന്യാസി വൈദികനായിട്ട് ജീവിക്കാം, മിഷണറിയായിട്ട് ജീവിക്കാം. നിങ്ങൾ എന്തുമാത്രം ആൾക്കാരിവിടെ വന്ന് ഞാൻ അപ്പോൾ രാവിലെ പറഞ്ഞ കേൾക്കാൻ വേണ്ടി ഞാൻ 3 മണിക്കോട് വെളുപ്പിനെ വരുമ്പോൾ ആരുമില്ല ഇവിടെ. മാതാവിനെ കണ്ടിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. തിരിച്ച് വരുമ്പോൾ നിങ്ങൾ നിറച്ചാളായില്ലേ? ഇവിടെ നിറച്ചാളായില്ലേ? അപ്പം ദൈവമാണ് തീരുമാനിക്കണത്.
അപ്പോൾ എനിക്ക് ആങ്ങള ഉണ്ടായതെങ്കിൽ എൻ്റെ അപ്പം മരിച്ചു പോയില്ല, ഇങ്ങനെയുള്ള കഞ്ഞി വർത്തമാനങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് അങ്ങനെ വന്ന അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ അപ്പം ഡീപ്പ് പവറാവും. ബാറ്ററി പീസാകണ പോലെ ഉടമ്പടി പീസാവും. എന്താ കാര്യം? നീ ഇന്നും ഏതോ സങ്കല്പ ജീവിയെ ഓർത്തിട്ട് ഇപ്പോഴും നീ വലിയ ആനക്കാരുമായിട്ട് കിട്ടും. നിങ്ങൾ അത് അവർ പോയവർ പോയി, നമുക്ക് ജീവിക്കണം. ആടെ കൂടെ ജീവിക്കും. കർത്താവ് പറഞ്ഞ ഒരു വാക്കില്ല, എന്താണ്? ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ശ്രദ്ധിക്കണവേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. യോഹന്നാൻ 14:19. യോഹന്നാൻ 14:19. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാലല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പോയവർ പോയി. ഇപ്പം ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പം മരിച്ചത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ സെമിനാരിൽ ചേരാനുള്ള സമയത്താണ് കർത്താവ് അപ്പനെയും പിടിച്ചുകൊണ്ട് പോയത്. പിന്നെ എന്താ, അപ്പം തന്നെ നമുക്ക് മനസ്സിലാകാം. ഞാൻ സെമിനാരിൽ പോയി 2 മാസം കിടന്ന് കരഞ്ഞ ആളാണ്. സെമിനാരിൽ കിടന്ന് കാര്യം എനിക്ക് അന്ന് വല്ല ബോധമുണ്ടാ എന്താണ് സംഭവിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛനായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കണമെന്ന്. ആരെങ്കിലും ഒരാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതും ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഓർക്കുക, ദൈവം അവൻ്റെ കൂടെ പോകുകയല്ല, ദൈവം അവിടെ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും പോകാനുള്ളവരാണ്. ചിലർ നേരത്തെ പോകും, ചിലർ താമസിച്ച് പോകും, അത്രയേ ഉള്ളൂ. പക്ഷെ പോകാത്തൊരാളുണ്ട്, ദൈവം. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ
ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും
മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളത്. കരങ്ങൾ ഉയർത്തിയടിച്ച് സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളത്. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ആരാധന
കൈയടിച്ച് ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ഉറക്കെ പാടാം. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധിക്കതീതമാം സമാധാനം എന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ. കരങ്ങൾ ഉയർത്തി. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം 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 ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ. ഉച്ചത്തിൽ പാടാം. സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് അങ്ങ് നൽകിയ ദാനങ്ങളാൽ, നൽകിയ കൃപയാൽ ഭക്തിയോടെ അങ്ങയുടെ തിരുസന്നിധി ഇരുന്നു കൊണ്ട് അങ്ങയുടെ വചനങ്ങൾ കേൾക്കുകയായിരുന്നു. യഥാർത്ഥമായ ഉടമ്പടി, വിശ്വസ്തയോടെ ഉടമ്പടി, ആത്മാർത്ഥമായ ഉടമ്പടി, ഉടമ്പടിയിലെ ദൈവവുമായിട്ടുള്ള ആത്മബന്ധം ആഴപ്പെടാൻ മേരി മഡലിനെ പോലെ നിലപാടുകൾ എടുക്കുവാൻ, ആരെല്ലാം മടങ്ങിപ്പോയാലും മടങ്ങിപ്പോകാതെ കർത്താവിൻ്റെ കാത്തുകൊണ്ട് പുനരുദ്ധാനത്തിൻ്റെ കവാടത്തിങ്ങൾ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച മേരി മഡലിനെ പോലെ കർത്താവെ, അങ്ങയുടെ പ്രേക്ഷിതരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കത്തിച്ചൊരിക്കുന്ന ഹൃദയത്തോടെ ദൈവസ്നേഹത്തിൻ്റെ ഹൃദയം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ ഉടമ്പടി കഴിയുമ്പോഴും അങ്ങയുടെ മക്കളെ, ഓരോ ഉടമ്പടി ദിവസങ്ങൾ പിന്നിടുമ്പോഴും അങ്ങയുടെ മക്കൾ കൂടുതൽ കൂടുതൽ ദൈവസ്നേഹം നിറഞ്ഞ് എന്തിനേയും പ്രതിരോധിക്കാൻ, എന്തിനേയും അതിജീവിക്കാൻ ആത്മശക്തിയാൽ അങ്ങ് കരുത്ത് നൽകണമേ. ശ്രുതികടെ ഹല്ലേലൂയ 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 ആരാധന മഹത്വം മഹത്വം യേശുവേ നന്ദി യേശുവേ മക്കളെ, സന്തോഷമായിരിക്കണം. ഞാനിപ്പോഴേ രോഗസൗഖ്യത്തിന് വേണ്ടിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളെ കർത്താവ് തടസ്സങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയും വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയും
ഈ ആഴ്ചയിൽ തന്നെ സാക്ഷ്യം പറയാനുള്ള പല ദൈവാനുഭവങ്ങളിലേക്ക് ദൈവം നയിക്കാൻ വേണ്ടി അമ്മയുടെ സന്നിധാനത്ത് അമ്മനാഥ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സന്നിധാനത്ത് നിന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ മധ്യസ്ഥമായി വഹിക്കുന്ന ഒരു സമയമാണിത്. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവലാലം മുറിവിനെ ഓർത്തുകൊണ്ടും അങ്ങയുടെ മുളുക്കിടത്തെ ഓർത്തുകൊണ്ടും അങ്ങയുടെ കരച്ചടങ്ങിന് ആണിപ്പഴുതുകൾ ഓർത്തുകൊണ്ടും അങ്ങയുടെ തിരുക്കുരിശിനെ ഓർത്തുകൊണ്ടും കർത്താവേ, നിന്റെ അവകാശവും നിന്റെ ഓഹരിയുമായ അങ്ങയുടെ മക്കളോട് കർത്താവ് കണ്ണ തോന്നണമേ. ഈശോ, നിന്റെ തിരുമുറിവാർന്ന് അണിപ്പെടുതാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവെ, തിരുമുറിവിൻ്റെ ശക്തി കർത്താവെ, മുൾക്കടത്തിൻ്റെ ശക്തി കർത്താവെ, നിന്റെ പീഠ പഞ്ചക്ഷതങ്ങളുടെ ശക്തി കർത്താവെ, അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവമേ, അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് കർത്താവെ ആഴ്ന്നിറങ്ങട്ടെ പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗമുള്ളവരെ ശുശ്രൂഷിക്കുന്നവര്, മാനസിക രോഗമുള്ള കുടുംബങ്ങള്, മാനസിക രോഗത്തിൽ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത മാനസിക രോഗങ്ങള്, മാരക രോഗങ്ങൾ, തീരവേദികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. സദയം സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കർത്താവേ, ഈ ആഴ്ചയിൽ ജപ്തി നടപടി നേരിടുന്നവരെ, കർത്താവ് ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവരെ, കർത്താവ് അവരെ കരയാൻ ഇടവരുന്നത് കർത്താവെ, അവർക്ക് പ്രത്യാശ നൽകി കർത്താവ് വിജയകരമായ റിസൾട്ട് നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവ് വസ്തു വിറ്റ് പോകാത്തവരെ, അതുപോലെ തന്നെ കർത്താവെ സ്ഥലത്തിന് നമ്പറിട്ട് കിട്ടാത്തവരെ, കർത്താവ് പ്ലാൻ പാസ്സാകാതെ ഇരിക്കുന്നവരെ, കർത്താവെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നവർ, അതുപോലെ തന്നെ വിവിധ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, കർത്താവെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോടതിയിൽ കേസ് കിടക്കുന്നവരെ കേസിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ യാത്രയിലിരിക്കുന്നവരെ, യാത്ര പോകുന്നവരെ, ആ യാത്രയുടെ ലക്ഷ്യം കർത്താവ് സാധിക്കട്ടെ. അവർക്കൊരു സ്വാധീനമില്ലെങ്കിലും ആരും സഹായിക്കുമെന്ന് കൊണ്ട് ആശങ്കയുണ്ടെങ്കിലും കർത്താവെ നിൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവെ അവരെ സന്ധിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ ഈ ആഴ്ചയിലുള്ള മുഴുവൻ സംരംഭങ്ങൾ, പരിശ്രമങ്ങൾ, നടപടികൾ, നിയോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. നിൽക്കുക. മൗനമായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിന്റെ സമയമാണ്. മൗനമായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ മധ്യസ്ഥ കൂടി ചേർത്തുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഈശോ അത് ഏറ്റെടുക്കും. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ.